നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിച്ചു. ഇനി നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ധ്യാനിക്കാൻ പോകുന്നു. ദൈവ സ്വയമേ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കണം. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ട് നമുക്ക് ആശ്വാസം പ്രാപിക്കണം, ബലപ്പെടണം, ശുദ്ധീകരണം അനുഭവിക്കണം. നമ്മുടെ മണവാളൻ വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാട്ടുകൾ പാടി നിന്നെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ്, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിന്റെ വിശുദ്ധ വചനത്തിന് മുമ്പേ ഞങ്ങൾ വരുന്നു. ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കണമേ. നിന്റെ ഹിതം വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ തെറ്റുകൾ എല്ലാം വെളിപ്പെടുത്തി തരണമേ. നിന്റെ വരവടുത്തിരിക്കുമ്പോൾ പിതാവേ, ഒരുങ്ങുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനത്തെ അനുഗ്രഹിച്ച് തരണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വചനത്തിൽ പോകുന്നതിന് മുമ്പേ ആദ്യം തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ യൂത്ത് ക്യാമ്പിൽ ആ തിരക്കായതുകൊണ്ട് നമ്മുടെ ആരാധന 1 മണിക്കൂർ താമസിച്ചു. അതിന് ദൈവനാമത്തിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. അത് ഓരോന്ന് ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ ചിലപ്പോഴൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസും വേറെ തിരക്കുകൾ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ താമസം വരുന്നു. ഞങ്ങൾ ശ്രമിക്കുക ഇനിയും തൊട്ട് അങ്ങനത്തെ താമസം ഒരിക്കലും വരല്ലേ. നിങ്ങളും പ്രാർത്ഥിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ എല്ലാവരെയും കാത്തു പരിപാലിച്ചു. ഇന്നത്തെ വചനധ്യാനത്തിനായി 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. 2 Kings chapter 5 verses 1-5. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 5-ാമത്തെ വാക്യം വരെ. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നു തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്തു പുറപ്പെട്ടു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ 10ാമത്തെ അത്ഭുത പ്രവൃത്തി അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ച വിഷയം നയമാൻ, പരാക്രമശാലിയായ നയമാൻ രാജാവിൻ്റെ പ്രിയപ്പെട്ടവനാ, എന്നാലും കുഷ്ഠരോഗം ബാധിച്ചവനാ. കുഷ്ഠരോഗം, പാപം, ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ച ആഴമായി ധ്യാനിക്കുവാൻ കർത്താവ് സഹായിച്ചു. പാപത്തിൻ്റെ നിഴല കുഷ്ഠരോഗം. അതൊരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല. ഒരു അത്ഭുതം വേണം സംഭവിക്കാൻ. അതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്നത് പാപിയായ മനുഷ്യൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരു മാർഗവുമില്ല. ദൈവം തന്നെ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. ഈ പാപം ആകുന്ന ഈ കുഷ്ഠരോഗം ഒരു വ്യക്തിയെ ബാധിക്കുന്നുണ്ടില്ലയോ ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തത്. എത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ലോകമെമ്പാടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. പാപിയായ ഒരു മനുഷ്യൻ
ദൈവമായിട്ട് ഒരടുപ്പം, അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം, മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്, എത്ര പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നാലും ആ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന്, ആ ചെങ്കലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. എത്ര സ്വയപ്രവൃത്തികൾ ചെയ്താലും ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, ആചാരങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഒട്ട പ്രവൃത്തി, നല്ല പ്രവൃത്തി, നമ്മുടെ ആചാരങ്ങൾ മുഖാന്തരം നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഈ പാപം, ഈ ആരാമിൻ്റെ ദേശത്തിൽ എത്ര വൈദ്യന്മാരുണ്ട്, അവർക്കാർക്കും നായമാനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിൽ ഒത്തിരി ഗുരുക്കന്മാർ, ദേവി ദേവന്മാർ, പ്രവാചകന്മാർ, വേറെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ആർക്കും, ഒറ്റ വ്യക്തിക്കും മാനവജാതിയെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയത്തില്ല. ഈ പാപം മനുഷ്യനെ ബാധിച്ചേക്കുന്ന ബാഹ്യമായിട്ടല്ല, മനുഷ്യൻ്റെ അകത്തെ പ്രാണനും ആത്മാവിനെ വരെ ബാധിച്ചേക്കുന്ന ഒരു രോഗമാ, മഹാരോഗമാ പാപം. നമ്മൾ മോശയുടെ പ്രമാണം നോക്കിയാലും അതിലും ഈ കുഷ്ഠരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒരു വഴിയും ദൈവം കൊടുത്തിട്ടില്ല. മഹാപുരോഹിതൻ അല്ലെ പുരോഹിതന്മാർക്ക് ചെയ്യാവുന്നത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ആ കുഷ്ഠരോഗത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗമുണ്ടെങ്കിൽ അവനെ ശുദ്ധീകരിക്കുവാൻ, സൗഖ്യമാക്കുവാൻ ഒരു മരുന്നും പ്രമാണം കൊടുക്കുന്നില്ല. പക്ഷെ പ്രമാണം ചെയ്യുന്നത് എന്താ? ഈ അടയാളങ്ങളുള്ള വ്യക്തിയെ പാളയത്തിൻ്റെ വെളിയിൽ ഇറക്കുക. വെളിയിൽ ഇറക്കുന്നതിൻ്റെ പുറയിൽ അർത്ഥം എന്താ? ഇനി ദൈവത്തിൻ്റെ കരത്തിലാ നീ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി ദൈവം വല്ല കരുണ കാണിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അതുപോലെ തന്നെ ഇല്ലയോ ഒരു പാപിയായ മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ കാണിക്കുന്നത്, അവൻ്റെ പ്രവർത്തികൾ നടപ്പ് കാണിക്കുന്നത്, അവൻ പാപിയ. പാളയത്തിൻ്റെ വെളിയിൽ ദൈവത്തിൻ്റെ അടുത്ത് ഒരിക്കലും വരാൻ കഴിയത്തില്ല. ഇനി ദൈവം കരുണ ചെയ്താൽ മാത്രം, ദൈവം കരുണ ചെയ്താൽ മാത്രം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ നിത്യത നമ്മുടെ കയ്യിലല്ല. നമ്മുടെ നല്ല പ്രവൃത്തികൾ മുഖാന്തരം ഒരു വ്യക്തിക്ക് നിത്യത പ്രാപിക്കാൻ കഴിയത്തില്ല. ഏത് പ്രവൃത്തി ഈ ഭൂമി ചെയ്താലും ദൈവം കരുണ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിക്ക് നിത്യത, അല്ലെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് അടുപ്പം അനുഭവിക്കുവാനും നിത്യത അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ അത്ഭുത പ്രവൃത്തി നമ്മളെ എത്ര ആഴമായ സത്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ പുസ്തകം 5:2, 2 Kings chapter 5 verse 2. അരാമ്യർ കവർച്ചപ്പടിയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. അരാമ്യർ കവർച്ചപ്പടിയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു.
അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. ഇവിടെ വായിക്കുന്ന ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവർ ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഇനി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പേ നയമാനെ കാണിച്ചു. ആദ്യത്തെ വാക്യത്തിൽ പരാക്രമശാലിയായ നയമാൻ ആരാമിൻ്റെ സൈന്യത്തിൻ്റെ അധിപതിയ, രാജാവുമായി അടുത്ത ബന്ധമുണ്ട്. ഈ നയമാൻ പിന്നെ നമ്മുടെ മുമ്പേ അടുത്ത വരുന്നത് ഒരു ചെറിയ പെൺകുട്ടി. നയമാന്റെ പേര് അവിടെ ദൈവാത്മാവ് വർണ്ണിക്കുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നില്ല. അന്യജാതിയായ നയമാന്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയമുള്ള, ദൈവത്തിൽ വിശ്വാസമുള്ള പെൺകുട്ടിയുടെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നില്ല. അതിൽ നിന്ന് നമുക്ക് എന്തോ മനസ്സിലാക്കാം? ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ കയ്യിലെടുക്കുമ്പോൾ അവരെ ലോകത്തിൻ്റെ മുമ്പേ അവർ ആരാന്ന് വെളിപ്പെടുത്തത്തില്ല. നമ്മുടെ ആഗ്രഹം എന്താ? ദൈവം എന്നെ കയ്യിലെടുത്ത് ഉപയോഗിച്ചാൽ ലോകം എന്നെ അറിയണം. നമ്മുടെ അകത്ത് കിടക്കുന്ന ആഗ്രഹമാണ് ലോകം എന്നെ അറിയണം. ദൈവം ചിലരെ വെളിപ്പെടുത്തത്തില്ല. കാരണം മഹത്വമെല്ലാം ആർക്ക്? ദൈവത്തിന് മാത്രം. നീ ദൈവാത്മാവ് ഈ പെൺകുട്ടി മുഖാന്തരം നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ സ്വീകരണം വേണോ? ദൈവം എന്നെ കയ്യിലെടുത്ത് ഉപയോഗിച്ചാൽ ലോകം എന്നെ അറിയണോ? എൻ്റെ അകത്തെ ആഗ്രഹം എന്താ? എൻ്റെ അകത്തെ ആഗ്രഹം എന്താ? ഇത് നമ്മൾ രണ്ടുപേരെ നോക്കുമ്പോൾ ഒരു വ്യക്തി പരാക്രമശാലി, നല്ല മാനവും എല്ലാം ഉണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി അന്യനാട്ടിൽ അടിമയായിരിക്കുന്നു. അതും ഒരു ചെറിയ പെൺകുട്ടിയാ. ഇവർ രണ്ടുപേരെ ദൈവം നമ്മുടെ മുമ്പേ നിർത്തുക. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒത്തിരി സ്ലോ ആയിട്ടാണ് പറയുന്നത്. ചിലർ ചിന്തിക്കുന്നത് എന്താ ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത്, സ്പീഡിൽ കുറച്ചുകൂടെ പറയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, വലിയ മഴ പെയ്യുമ്പോൾ, സഡൻലി മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകും. ആ നിലം നമ്മൾ നോക്കിയാൽ മേളത്തെ മണ്ണ് അങ്ങ് ഒഴുകി അങ്ങ് പോവുക. വെള്ളം താഴോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ക്രമേണ പതുക്കെ ആ മഴ പെയ്താൽ മേളിൽ നമുക്ക് ഒഴുക്കൊന്നും കാണുന്നില്ലെങ്കിലും ആ വെള്ളം മണ്ണിൽ താഴെ ഇറങ്ങുക. അതുകൊണ്ടാണ് ക്രമേണ ഈ വചനം പറയുന്നത്. ബാഹ്യമായി ഒരു ഇളക്കമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അകത്താഴങ്ങൾ വരെ ഇറങ്ങേണ്ടതാണ്. സോ ഇവിടെ ആ പെൺകുട്ടി അബ്രഹാമിൻ്റെ സന്തതിയ, അന്യനാട്ടില. അവൾ മുഖാന്തരം ദൈവം തൻ്റെ കൃപ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ആ പെൺകുട്ടിയുടെ അപ്പൻ അമ്മയും ഈ പെൺകുട്ടിയുടെ ദുഃഖം.
ഒന്ന് നിന്ന് ആ കുടുംബത്തെ ഒന്ന് നോക്കിക്കേ. പെൺകുട്ടിയെ ഭവനത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. അവളുടെ അടിമയാ. അവൾ അനുഭവിക്കുന്ന വേദന, അമ്മ അനുഭവിക്കുന്ന വേദന. ദൈവം എന്താ ചിലരുടെ ജീവിതങ്ങളിൽ ഇങ്ങനത്തെ വേദനകൾ അനുവദിക്കുന്നത്? ശ്രദ്ധിക്കണം, ദൈവം അനുവദിക്കുന്നതാ. നമ്മളിൽ ചിലരുണ്ട്, ജീവിതത്തിൽ വേദനയുടെ അനുഭവം വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. സംഭവിക്കുന്നത് ഹൃദയം കഠിനമാകുക, ഹൃദയത്തിൽ മത്സരിക്കുന്ന ആ ഭാവം പൊങ്ങുക. ദൈവത്തോട് ഒരു കയ്പിൻ്റെ അനുഭവം വന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി ദൈവം ആരോടൊക്കെ സംസാരിക്കുന്നു, ദൈവം കാണുന്നുണ്ട്. നമ്മളിൽ ചിലരുണ്ട്, ഈ വചനം കേൾക്കാൻ മനസ്സില്ലെങ്കിലും ദൈവാത്മാവ് ഇത് കേൾപ്പിക്കുക. ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദന കാരണം ദൈവത്തോട് കയ്പ്, ദേഷ്യം, വൈരാഗ്യം. രോഗമായിക്കോട്ടെ, ലോകം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ എന്താ സൗഖ്യം കിട്ടാഞ്ഞത്? എത്ര കർത്താവിൻ്റെ ദാസന്മാർ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ എന്താ വിടുതൽ കിട്ടാത്തത്? ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവമുണ്ടോ? ഞാൻ എന്താ പാപം ചെയ്തത്? ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കണ്ണിൻ്റെ മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് കാണാം. ചിലപ്പം ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും കടന്നു പോകുന്നത്. വിടുതൽ ആഗ്രഹിച്ചു, ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല. ഒരു ചോദ്യം, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ നമ്മുടെ ജീവിതം അർപ്പിച്ചപ്പം നമുക്ക് ഉള്ളിൽ ആ ഒരു ബോധ്യമുണ്ടോ? അവൻ വിശ്വസ്തനാണ്, അവൻ വ്യാജം പറയില്ല, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൻ്റെ വചനം സത്യമാ, ഒരു നാളും എന്നെ കൈവിടത്തില്ല. ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും അവൻ എല്ലാ പ്രതിസന്ധികളുടെ ഇടയ്ക്ക് എൻ്റെ കൂടെ വിശ്വസ്തനായി പാർക്കുന്നുണ്ടെന്ന് ഉള്ളിൽ ആ ബോധ്യമുണ്ടോ? അതോ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ എനിക്ക് ചോദ്യം വന്നു കഴിഞ്ഞോ? ഈ കഷ്ടത, ഈ രോഗം, ഈ ദുഃഖം, ഈ പ്രയാസത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാടിയിരിക്കുന്ന മുഖം സ്വർഗം കാണുന്നുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലതും സംഭവിക്കുമോ? ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതം സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ അവൻ എന്നെ കാക്കുമോ? വിശ്വസ്തനാണോ? ഏത് പ്രതിസന്ധി വന്നാലും അവൻ വിശ്വസ്തനാണോ? മറുപടി നമ്മൾ സ്വയമേയാ പറയേണ്ടത്. മുഖം എന്താ വാടിയിരിക്കുന്നത്? വായിച്ചാട്ട് സങ്കീർത്തനം 31:15. സാംസ് 35:15. സങ്കീർത്തനം 31:15. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ.
എൻ്റെ കാലഗതികൾ, നിന്റെ കയ്യിലിരിക്കുന്നു. മൈ ടൈംസ് ആർ ഇൻ ദൈ ഹാൻഡ്. ഒന്ന് നിന്ന് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാമോ? എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 17:26, ആക്ട്സ് 17:26. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതിരുകളും കാലവും നിശ്ചയിച്ചത് ദൈവമാണോ? സോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം, ഏത് വിഷയമായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, ദൈവം അനുവദിച്ചതാണോ അതോ സാത്താനാണോ? ഇന്ന് നമുക്ക് വലിയ ആശ്വാസമുള്ള വിഷയം എങ്ങനെയാ? ഇത് സാത്താനാ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം. പക്ഷെ എൻ്റെ കാലഗതികളും എല്ലാം ഞാൻ ദൈവത്തിൻ്റെ കരത്തിൽ, ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഏത് സാത്താനോ ആയിക്കോട്ടെ നമ്മളെ തൊടുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുമ്പോൾ, ഞങ്ങളുടെ മുമ്പേ ഒത്തിരി പേർ പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ മറുപടിയില്ല. ഇതിൻ്റെ പുറയിൽ ദൈവഹിതം എന്താന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. വേദനയുള്ള വിഷയങ്ങളാ, ദുഃഖമുണ്ട്. പക്ഷെ ആശ്വസിക്കുന്നത് എങ്ങനെ? നമുക്ക് ഇന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു ദിവസം നമുക്ക് മനസ്സിലാകും. നമ്മുടെ തിന്മയ്ക്കല്ല, നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെയാ ദൈവം ഈ സാഹചര്യം അനുവദിച്ചേക്കുന്നത്. നമുക്ക് കാണാതിരിക്കുന്ന രീതിയിലാ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നത്, നമ്മളെ പണിയുന്നത്. ദൈവ പൈതലുടെ ജീവിതത്തിൽ ആക്സിഡൻസ് അല്ല, പെട്ടെന്ന് ഒരു സംഭവം നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ ഇത് പെട്ടെന്ന് സംഭവിച്ചതാ. അല്ല, ദൈവത്തിൻ്റെ കണക്കിൽ ഇതെല്ലാം മുമ്പേ തന്നെ ഉണ്ട്. സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ദേഷ്യവും വൈരാഗ്യമാണോ പൊങ്ങുന്നത്? ദൈവത്തോടാണോ നമ്മൾ മത്സരിക്കുന്നത്? വായിച്ചേ റോമർ 15:4, റോമൻസ് 15:4, റോമലേഖനം 15:4. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ അത്. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ അകത്ത് പ്രത്യാശയില് വർദ്ധിപ്പിക്കേണ്ടത്. ആ ചെറിയ പെൺകുട്ടി ആ ഭവനത്തിലായിരിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്നത് വൈരാഗ്യമാണോ? യജമാനന് കുഷ്ഠമുണ്ട്, വേണം, അങ്ങനെ തന്നെ വേണം. എന്നോട് അനീതിയിലെയോ കാണിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം. മറ്റവരുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ ഞാൻ അകത്ത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസിയുടെ അടയാളമാണോ അതോ അന്യജാതി
പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ഒരു പ്രാകൃത മനുഷ്യൻ്റെ അടയാളമാണ്. പ്രാകൃത മനുഷ്യൻ്റെ രീതി എങ്ങനെ? തീത്തോസ് 3:3 വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 3:3. ടൈറ്റസ് ചാപ്റ്റർ 3:3. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം ഭയിക്കുന്നവരുമായിരുന്നുവല്ലോ. മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം പിടികൂടിയപ്പം ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു. അത് മാത്രമല്ല, ദൈവത്തോട് മാത്രമല്ല, മനുഷ്യനോട് തന്നെ തമ്മിൽ ശത്രുക്കളായിന്നേ. ആ വാക്യത്തിൽ എഴുതിയേക്കുന്ന ഓരോ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ, വായിച്ചേ. മുമ്പേ നാമും ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവർ, വഴിതെറ്റി നടന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു. ഈർഷ്യയിലും അസൂയ കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. ഇന്നും അങ്ങനെ തന്നെയാണോ? യജമാനന് കുഷ്ഠമുണ്ട്, അങ്ങനെ തന്നെ വേണമെന്നേ. അതാണോ നമ്മുടെ മനസ്സ്? കയീൻ ആബേലിനോട് ചെയ്തത് അതാ ജാതികളുടെ മനസ്സ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവൻ്റെ ചിന്ത ഈ രീതിയിലാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ ഒന്ന് കണ്ടേ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് കാണാമോ? അവൾ അടിമയിലാ. അവളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം ദൈവം മാത്രം അറിയുന്നു. ആ വേദനയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത്. എൻ്റെ യജമാനനോ വിടുതലുണ്ട്. അവൾ പറയുന്നത് എന്താ? 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 2 Kings chapter 5:3. 2 രാജാക്കന്മാരുടെ പുസ്തകം 5:3. അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചേ, ദൈവത്തിൻ്റെ കൃപ തിളങ്ങുന്നത്. ഞാൻ ഈ വേദനയുടെ ഇടയ്ക്കായിരിക്കുമ്പോൾ മറ്റവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരേണ്ട വ്യക്തി ഞാൻ ഇന്ന് മറ്റവർക്ക് ഇടർച്ചയുടെ കാരണമാണോ? ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്. അസുഖം ഏതായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചു, ജോലി നഷ്ടപ്പെട്ടു, വേറെ ഏത് അസുഖമായിക്കോട്ടെ, മാനസികമായ ഏത് പ്രയാസമായിക്കോട്ടെ, എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ നിലവാരം അവർക്ക് ഇടർച്ചയായോ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇടർച്ചയാണോ? എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ബന്ധക്കാർക്ക്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഇടർച്ചയായോ? ഇടർച്ചയായെങ്കിൽ അവരുടെ രക്തത്തിൻ്റെ കണക്ക് ദൈവം നമ്മളോടില്ലയോ ചോദിക്കാൻ പോകുന്നത്? ഈ പെൺകുട്ടി പറയുന്നത് എൻ്റെ യജമാനൻ. ആ വാക്കെന്താ? ഇംഗ്ലീഷിൽ വുഡ് ഗോഡ് മൈ ലോർഡ് വെയർ വിത്ത് ദ പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഇൻ സമറിയ. മലയാളത്തിൽ യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നായിരുന്നെങ്കിൽ. സമറിയയിലെ പ്രവാചകൻ. ഈ വേദനയുടെ മധ്യത്തിലും സമറിയയിലെ പ്രവാചകനെ ഈ പെൺകുട്ടി അറിയുന്നുണ്ട്.
ഒന്നുകൂടെ പറയുന്നേ, അബ്രഹാമിൻ്റെ സന്തതി അടിമത്വത്തിൽ കിടക്കുമ്പോൾ യജമാനൻ്റെ വിഷയത്തിൽ അവർ ചിന്തിക്കുന്നത്, സമറിയയിലുള്ള നമ്മുടെ പ്രവാചകൻ്റെ അടുത്ത് ഒന്ന് ചെന്നായിരുന്നെങ്കിൽ എൻ്റെ യജമാനന് പൂർണ്ണ സൗഖ്യം കിട്ടിയേനെ. ആരാമിൽ സൗഖ്യം കിട്ടുന്നില്ലെങ്കിലും അവിടെ വിടുതലുണ്ട്. വായിച്ച യെശയ്യാവ് 24:15, ഐസിയ 24:15, യെശയ്യാവ് 24:15. അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ എവിടെ, ഒന്നുകൂടെ വായിച്ച ആ വാക്യം, അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും കിഴക്കിൽ യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ ഏത് സാഹചര്യമായിക്കോട്ടെ, നമ്മൾ ദൈവത്തെ ഇല്ലയോ മഹത്വപ്പെടുത്തേണ്ടത്. നമ്മൾ മടങ്ങി വരുന്നു 2 രാജാക്കന്മാരുടെ പുസ്തകം 5:4 വാക്യം. 2 Kings 5:4. 2 രാജാക്കന്മാരുടെ പുസ്തകം 5:4. അവൻ ചെന്ന് തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാമെന്ന് അരാം രാജാവ് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, അടിമയായ ഒരു പെൺകുട്ടി പറഞ്ഞ ഈ വിഷയം അവർ അതിന് വില കൊടുക്കണോ? ഇത് അടിമയായി കിടക്കുന്ന ഒരു പെൺകുട്ടി പറയുക, സമറിയയിൽ ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നായിരുന്നെങ്കിൽ ആ പ്രവാചകന്റെ പേര് ഏലിശ. അതിൻ്റെ അർത്ഥം ദൈവമാ രക്ഷകൻ. സാൽവേഷൻ ഈസ് ഓഫ് ഗോഡ്. മറ്റോർ ഇതിന് വില കൊടുക്കണോ? ദൈവം കരത്തിലെടുത്ത് വിയോഗിക്കുന്ന ഈ പെൺകുട്ടിയെ ഒന്ന് കണ്ടേ. അവൾ പറഞ്ഞ വാക്ക്, രാജാവും ആറാമിൻ്റെ രാജാവും അത് കേൾക്കുക. ആ രാജാവ് പറയുന്നത്, നീ പോകുക, ഞാൻ എഴുത്ത് തരാന്നേ. വായിച്ചേ സദൃശ്യവാക്യം 21:1, പ്രൊവേർബ്സ് ചാപ്റ്റർ 21:1. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലില്ലയോ? നമ്മളെ ദൈവം ഈ കഷ്ടതയുടെ തീച്ചൂളയിൽ നിന്ന് കടത്തി കൊണ്ടുപോകുമ്പോൾ നമ്മളെ തകർക്കാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതയും വേദനയും അനുവദിച്ച് നമ്മളെ പണിയുന്നത് മാത്രമല്ല, ഇത് മുഖാന്തരം ദൈവം ചില വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ശദ്രക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയിൽ ഒരു നെബൂഖദ്നേസർ വെളിയിൽ നിന്ന് നോക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അടിമത്വത്തിൽ പോകുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരു നയമാൻ്റെ മേളിലുണ്ട്. നമ്മൾ ഈ തീച്ചൂളയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. നമുക്കത് വിശ്വസിക്കാനും ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മളിനി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, മറ്റവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരുടെ കോൺഫറൻസിൽ പഠിപ്പിച്ച വിഷയം, നമ്മൾ നമ്മുടെ കരിയറിനെ കുറിച്ചല്ല ഭാരപ്പെടേണ്ടത്. ഒരു ദൈവ പൈതലുടെ വിഷയം കരിയർ അല്ല, ദൈവത്തെ എനിക്ക് കൂടുതലായി അറിയണം. ഞാൻ ദൈവത്തോട് അടുത്താൽ, ദൈവത്തെ അറിയേണ്ടിയ പോലെ അറിഞ്ഞാൽ ദൈവമില്ലയോ വാതിൽ തുറക്കുന്നത്? ദൈവം കഴിഞ്ഞിട്ടില്ലയോ എൻ്റെ കരിയർ? ഇന്ന് നമ്മുടെ മക്കൾ, ചെറുപ്പക്കാർ, അവർക്ക് അവരുടെ ഭാവി കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം. അതുകൊണ്ട് അനുഭവിക്കുന്നത് നമുക്ക് കാണാമല്ലോ.
ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയല്ല വലിയത്, ദൈവമായിട്ടുള്ള അടുപ്പമാ. ആ ദൈവമാ നമ്മുടെ ഭാവിയെക്കുറിച്ച് എല്ലാം കൃത്യമായി എല്ലാം മുമ്പേ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ, പാപത്തിൽ നിന്ന് ഇതുവരെ വിടുതൽ പ്രാപിച്ചിട്ടില്ല. ഇങ്ങനത്തെ വ്യക്തികൾക്ക് കൊടുക്കുന്ന പേര്, അവർക്ക് കൊടുക്കുന്ന പേരെന്താ? റിഫോംഡ് സിന്നേഴ്സ്. ഗുണപ്പെട്ട പാപി. ഗുണപ്പെട്ട പാപി, വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നയമാൻ, ആ ചെറിയ പെൺകുട്ടി, നമ്മുടെ ജീവിതം ചില വിഷയങ്ങളുണ്ട്, നമ്മൾ ഭാരപ്പെടുന്നുണ്ട്. മോഹം വാടുന്നുണ്ടോ? പ്രത്യാശ നഷ്ടപ്പെടുത്തിയോ? അതോ ഈ കഷ്ടതയുടെ ഇടയ്ക്കും നമ്മൾ പ്രത്യാശയുള്ളവരാണോ? ഇന്ന് ചിലരെ കാണുമ്പോൾ പിതാക്കന്മാർക്ക് വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്കോ വിശ്വാസവുമില്ല, പ്രത്യാശയുമില്ല. ജാതികൾ പോലെ ഭാരപ്പെടുക, പിറുപിറുക്കുക, മുഖത്തൊരു സന്തോഷവുമില്ല. ജോലിയും പൈസയും എല്ലാം കിട്ടി, നഷ്ടപ്പെടുത്തിയത് പിതാക്കന്മാർ മുഖാന്തരം കിട്ടിയ വിശ്വാസം. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ പെൺകുട്ടി പറയുന്നത്, എൻ്റെ യജമാനൻ സമറിയയിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ഒന്ന് പോയായിരുന്നെങ്കിൽ പൂർണ്ണ സൗഖ്യം കിട്ടുന്നേ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്, ഈ വേദനയുടെ മധ്യത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ചിലരെ അനിത്യ സന്തോഷത്തിലേക്ക് നയിക്കുവാനാ. നമുക്ക് ഈ തീച്ചുളയുടെ ഇടയ്ക്ക് സന്തോഷത്തോടെ നടക്കാമോ? കഷ്ടതയുടെ മധ്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റവരെ ധൈര്യപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ നിരാശകളെല്ലാം മാറ്റിവെക്കാം. ഈ വചനം നമുക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമായി തീരല്ലേ. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമുക്ക് അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നില്ല, പക്ഷെ അകത്തൊരു ഉറപ്പുണ്ട്, അകത്തൊരു പ്രത്യാശയുണ്ട്. ഇതെന്നെ തകർക്കുവാനല്ല, ഇതെൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ. ഞാൻ സന്തോഷത്തോടെ എന്നെ ആക്കിയ സാഹചര്യത്തിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞാൻ എൻ്റെ ഓട്ടം തികയ്ക്കും. എൻ്റെ ജീവിതം ആർക്കും ഇടർച്ചയാകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവേ, നീ ബലപ്പെടുത്തണമേ. നിരാശ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏകരായിട്ടിരിക്കാം. കർത്താവേ, നിന്റെ വചനത്താൽ നീ എന്നെ ബലപ്പെടുത്തണമേ. ഞാൻ ഏത് ദുഃഖത്തിലാണെങ്കിലും എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം നിന്റെ സാന്നിധ്യം അനുഭവിക്കണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തന്നില്ലെങ്കിലും നീ വിശ്വസ്തൻ, നീ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഹിതത്തെ നീ നിവർത്തണമേ. അതിൻ്റെ അപ്പുറത്ത് ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നീ വിശ്വസ്തൻ, നീ എന്നെ ഒരു നാളും കൈവിടുകയില്ല. നിന്റെ വചനത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു ആരാധന നീ ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം.
പാട്ടുകൾ പാടി നിന്നെ ആരാധിക്കുവാനും നിന്റെ വചനം ധ്യാനിക്കുവാൻ നീ അവസരം തന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ. വചനം മുഖാന്തരം ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഏത് സാഹചര്യമായിക്കോട്ടെ കർത്താവേ, നീ വിശ്വസ്തൻ, നീ വിശ്വസ്തൻ. ഹല്ലേലൂയ. നിന്നിൽ ആശ്വാസം അനുഭവിക്കുവാൻ, നിന്നിൽ സന്തോഷിക്കുവാൻ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കും തിരുനാമത്തിന്റെ മഹത്വത്തിനാണ്. ആ പ്രത്യാശയും ആ വിശ്വാസത്തോടെ ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യൂത്ത് ക്യാമ്പും പാസ്റ്റേഴ്സിന്റെ ക്യാമ്പ്സിനായി സ്തോത്രം. ഓരോരുത്തർ അവരവരുടെ ഭവനങ്ങളും വയൽ സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ, കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഇന്ത്യയിൽ പുതിയ ഭരണം വന്നിരിക്കുന്നു. നീ എല്ലാം നിന്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വരവടുത്തു. അതിനായി ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ ആഴ്ച നീ തരുവാണെങ്കിൽ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. ചെയ്തല്ല നന്മയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ഭോപ്പാലിൽ മടങ്ങി എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് സൂം ഇല്ല. ദൈവം സഹായിച്ചാൽ അടുത്ത ഞായറാഴ്ച സൂം കാണുന്നതായിരിക്കും. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബും ഹരിയാനയും ഡൽഹിയിലേക്ക് പോകുന്നു. ഇപ്പം ഞങ്ങൾ പഞ്ചാബിലായിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.